കല്യാണം കഴിഞ്ഞ 1 മാസം ഒരുമിച്ച് താമസിച്ചുള്ളൂ. തൂങ്ങി മരിക്കായിരുന്നു. അയ്യോ എന്റെ കർത്താവേ, ആരാണ്ട് വരുന്നു, അകത്തേക്ക് ഇരുന്നു. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. അതെ, ഡീസന്റുകാർക്ക് കടം കൊടുക്കും. കാശായിട്ട് തന്നെ വേണമെന്നില്ല. വല്ല കോഴിമുട്ട, കുരുമുളക്, ഏലം, കാപ്പിക്കുരു, അങ്ങനെ എന്തു സ്വീകരിക്കും. അതെ, നിങ്ങളോടല്ലേ പറഞ്ഞൊന്നും വേണ്ടെന്ന്. വേണ്ടെങ്കി വേണ്ട, വേണ്ടി വരുമ്പോ പറയണേ പെങ്ങളെ. മാല, വള, തിരുപ്പൻ, റിബൺ. മാല, വള, തിരുപ്പൻ. നിങ്ങളല്ലേ ഞങ്ങളെ കൊല്ലാൻ നടക്കുന്നത്? സാറേ വാ. സാറ് പേടിക്കണ്ട, ഈ വഴിയൊന്നും അങ്ങനെ ആരും വരാറില്ല. വയനാട്ടിലെ കാടുകളെ ഇവർക്കറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. പാറപ്പുറത്ത് കാല് വയ്ക്കണ്ട, നല്ല പായലുണ്ട്. വേണ്ട, ഇതേ അതിനൊരു മാർഗമുള്ളൂ. പറിച്ചു കളയുകയോ തിരുമുകയോ ചെയ്താൽ അതിൻ്റെ പല്ല് പൊഴിഞ്ഞു പോകില്ല, പിന്നീട് അവിടെ ഇരുന്ന് പഴുക്കും. നിരന്തരമായി അട്ടയുടെ ആക്രമണം അനുഭവിക്കുന്ന ഒരു വയനാട്ടുകാരൻ്റെ ചെറുത്തുനിൽപ്പ് മാർഗമാണ് ഇത്. തന്നെയാണ് ഞങ്ങൾ പ്രായോഗികമാക്കുന്നത്. ഈ കാണുന്ന വനഭൂമിയൊക്കെ നമ്മൾ ഇനി ഒരിക്കൽ ഇതുവഴി വരുമ്പോൾ ഉണ്ടാവില്ല. ഇവിടെ നിറയെ കൃഷിയായിരിക്കും, കാപ്പിയും കുരുമുളകും ഇഞ്ചിയും ഒക്കെ. അതിന് നടുക്കൊരു ചെറിയ കൂര ഉണ്ടാവും. കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്നതിന് സൈവർ കൊടുക്കുന്ന സൗജന്യം. വനഭൂമി കൃഷിഭൂമി ആയിക്കഴിഞ്ഞാൽ അവനെ അവിടെ നിന്ന് കുടിയിറക്കും. മണ്ണിനോടും മലയോടും മലമ്പനിയോടും ഏറ്റുമുട്ടി അവൻ മറ്റൊരിടത്ത് അധ്വാനം തുടങ്ങും. കാലാകാലങ്ങളായി സൈവറും ഇവിടുത്തെ മുതലാളിമാരും പ്രയോഗിക്കുന്ന തന്ത്രമാണത്. അതിന് പോലീസിന്റെയും സർക്കാരിന്റെയും പിന്തുണ. ഈ കർഷകരുടെയും തൊഴിലാളികളായ ആദിവാസികളുടെയും മോചനം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആളെ കൂട്ടാനോ ആളെ ചേർക്കാനോ ആയിട്ടൊന്നുമല്ല ഞാനിതൊക്കെ പറഞ്ഞത്. ഞങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള ധാരണ പിടിച്ചുപറിക്കാർ, മോഷ്ടാക്കൾ, കൊലപാതകികൾ എന്നൊക്കെയാണ്. ഭരണവർഗവും മുതലാളിമാരും അതങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. ജനങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തുക, ഒറ്റപ്പെടുത്തുക, അതാണ് അവരുടെ ഉദ്ദേശം. രവീന്ദ്രൻ സാറിന്റെ കളിക്കൂട്ടുകാരിയല്ലേ ഈ സാറ? അവൾ എങ്ങനെ വിധവയായി? അവളുടെ ഭർത്താവ് എങ്ങനെ മരിച്ചു? മറ്റെല്ലാ പെൺകുട്ടികളെയും പോലെ അവളുടെ അച്ഛനമ്മമാർ അവളെ ഒരു യുവാവിന് വിവാഹം കഴിച്ചു കൊടുത്തു. താമരശ്ശേരിയിലെ കിടപ്പാടം വിറ്റുപറക്കി അയാൾ ഇവൾക്കൊപ്പം അധ്വാനിക്കാനുള്ള മനസ്സുമായി ഈ വയനാടൻ മലകൾ. വിട്ടോ, കൈയോടെ പോയി മുതലാളിയെ കാണാം. കുറച്ചെന്റെ വീട്ടിലിരിക്കട്ടെ. അയ്യോ അമ്മേ, അയ്യോ അയ്യോ അയ്യോ, ഇനി അടിക്കണ്ട, അവൻ ചത്തുപോകും. അയ്യോ
പാവം. എത്ര രൂപയാണ് അവൻ ഇനി തരാനുള്ളത് കുഞ്ചുനായരെ? 115 റുപ്യ. അത് തീരും വരെ പണിക്ക് വരുമെന്ന് ചോദിക്കട ചാക്കോ. അവന്റെ കൂട്ടത്തിലെ എല്ലാവരുടെയും കണക്ക് നോക്കി വെച്ചോ കുഞ്ചുനായരെ. എന്താണ് മാത്തൻ, കുറച്ചായാലോ ഈ വഴി കണ്ടിട്ട്? ആരാ ഇവൻ? എന്റെ ഒരു ബന്ധുവാ. ഇവിടെ എങ്ങാനും അല്പം മണ്ണ് വാങ്ങി പണിയെടുത്ത് കഴിയാൻ വന്നതാ. എത്ര രൂപ ഉണ്ട് കയ്യിൽ? 3000. എന്താ നിന്റെ പേര്? ജോണിക്കുട്ടി. നീ കല്യാണം കഴിച്ചതാണോ? അതെ. എന്താ നിന്റെ ഭാര്യയുടെ പേര്? പറ. സാറാമ്മ. ജോണിച്ചായ വെള്ളം. നീ ആ കൊച്ചിനെ കൊണ്ടങ്ങ് മാറിക്കോ. അങ്ങനെ കണ്ണി പറഞ്ഞു. എന്നാ? മമ്മി എന്താ വരാൻ? ദാസപ്പ, എന്താ അവന്റെ പേര്? ജോണിക്കുട്ടി. അവരെ വിളിക്കേ. വാ. എന്താ നിന്റെ പേര്? സാറാമ്മ. നിന്നോട് ചോദിച്ചോ? അവളോടല്ലേ ചോദിച്ചത്? ജോണിച്ചായ നമുക്ക് തിരിച്ചു പോവാം. ഓരോരുത്തരോടും ആ സൈവർ കാണിച്ച കാര്യം കേൾക്കുമ്പോ എനിക്ക് പേടി തോന്നുന്നു. കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം നമ്മൾ അയാൾക്ക് കൊടുത്തു പോയില്ലേ ഒച്ചേ? പട്ടിണിയാണെങ്കിലും നാട്ടിൽ നമുക്ക് മനസമാധാനത്തോടെ കഴിയച്ചായ. നാട്ടിലേക്ക് തിരിച്ചു ചെന്നാ കയറി കിടക്കാൻ ഒരു കൂരയുണ്ടോ? കൊത്തിയും കിളച്ചും ജീവിക്കാൻ ഒരു തരി മണ്ണുണ്ടോ? നീ പേടിക്കണ്ട, ഞാനില്ലേ ഇവിടെ. ആരാ? ഞാനാ തമ്പ്ര. താമിയാ? എന്താ താമി? കുന്നത്ത് കളത്തി പന്നിയിറങ്ങി. എല്ലാരോടും വരാൻ വർക്കി തമ്പ്ര പറഞ്ഞു. എന്റെ ഈശോയെ, ഇന്നലെ ഭാഗ്യ എഞ്ചിയാ. അത് പോയ എല്ലാം തീരും. നീ കഥ അടച്ചു കിടന്നോ. കൊച്ചേ, 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 എന്നാ പറ്റി?
മിണ്ടാതെ നിൽക്കടാ. എന്നൊന്നാണ് വന്നിക്ക മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോരുത്തന്മാർ ഇറങ്ങി തിരിച്ചോളും. കാണുന്നിടത്തുനിന്ന് കിട്ടാവുന്നിടത്തുനിന്ന് ഒക്കെ കാശ് കടമാക്കും എന്നിട്ട്